ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി BS6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ, അതുപോലെ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇപ്പോൾ ബാക്ക് ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല. നമുക്ക് താഴത്തെ കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് അടുത്ത തവണ നമുക്ക് ബ്രേക്ക് ഷൂ മാറ്റേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് ആയാലും ബെൽറ്റ് നല്ല ബെൽറ്റാണ്, നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ടച്ച് വർക്ക് ചെയ്തതിൻ്റെ ഒരു പൊടി നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. വേറെ അല്ലാതെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതിൻ്റെ പ്ലഗ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കും. പ്ലഗ് നമുക്കൊരു ക്ലീൻ ചെയ്തിടാം. നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ടാകും. അപ്പോൾ എഞ്ചിൻ ഓയിലോട് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തു. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ടാറ്റ പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ്. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. ഇപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.92 ആ റേഞ്ച് വോൾട്ട് മാക്സിമം കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി വല്ല ഡാമേജ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ മാർക്ക് റെഡ് ലൈറ്റാണ് കത്തിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററി മാറ്റി കഴിയേണ്ടി വരും. എന്താ പറഞ്ഞാൽ ഈ BS6 മോഡലാകുകൊണ്ട് ബാറ്ററി സംബന്ധിച്ച് അതിൻ്റെ സെൻസറും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് പോകണം. അപ്പോൾ ബാറ്ററിക്ക് പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററി കൈയോടെ മാറ്റി കളയണം. പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. പിന്നെ ഒഴിച്ച് നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സീറ്റിൻ്റെ ഒരു ലോക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. അത് ഈ ക്യാച്ചറിൻ്റെ കംപ്ലയിൻ്റ്, ഈ ഒരു യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ ആ ഒരു യൂണിറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ഇതിപ്പോൾ മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ എഞ്ചിൻ ഓയിലും ആ സീറ്റ് ക്യാച്ചും മാത്രം മാറ്റേണ്ടതുള്ളൂ. മറ്റൊക്കെ സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം.